നമ്മൾ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിൻ്റേതാണ്. ഈ ഉപ്പുമുളകും ആര് വെച്ചോണോ ചെയ്യാം, ഇന്ന ആൾ വേണമെന്നൊന്നുമില്ല. അപ്പോൾ സീസൺ 3 ചിലപ്പോൾ അങ്ങനെ തുടങ്ങാനായിരിക്കും പ്ലാൻ. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ അറിയിക്കാത്തത്. അറിയിച്ചാൽ പോകും തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇതുവരെ അറിയിച്ചിട്ടില്ല. ഉപ്പും മുളകിലെ ഋഷി ഇപ്പം ബിഗ് ബോസിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം അതിന് അപ്പൊ കാണാറുണ്ടോ ബിഗ് ബോസ് ഋഷിന്റെ? എന്ത് തോന്നുന്നു? എപ്പോഴൊന്നും കാണാൻ പറ്റില്ല, എന്നാലും വീട്ടില് ഉള്ളപ്പോ കാണും. എന്താ തോന്നുന്നത് അതിന്റെ? പാവം. അപ്പൊ അതുകൊണ്ട് അവന് പാവം വോട്ട് ചെയ്യണം എല്ലാവരും. കാരണം അവന് നേച്ചർ ഇതാണ്, ഭയങ്കര ലോല ഹൃദയ. അതുപോലെ തന്നെയാണ് അതുപോലെയാണ് ഞങ്ങളെ ഈ വെബ് സീരീസിന്റെ പേര്. പെട്ടെന്ന് എളുപ്പമാണ് പറയാൻ. സർവകല വല്ലഭ കലാശാല. സർവകലകളുടെ അഭ്യസിച്ചിട്ടുള്ള ടീച്ചേഴ്സും ഇതൊക്കെ അധ്യാപകരാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഇവിടെ മനോഹരമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, PSC കോച്ചിങ് സെന്ററാണ്. പല ആൾക്കാർ വന്നു പോകുന്നു, രസകരമായ മുഹൂർത്തങ്ങളുണ്ട്. പ്രൊഡ്യൂസർ ഞങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കോ പ്രൊഡ്യൂസറിന്റെ പിൻബലം എല്ലാം, നമ്മുടെ എല്ലാ സപ്പോർട്ടും കോ പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മില്ലേനിയമാണ്. ടീച്ചർ പറഞ്ഞ പോലെ അത് ഇനി എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് അവരുടെ അതല്ല വേറെ. അത് നമ്മൾ സംഭവിച്ചു പോയ സംഭവമാണ്. ആരെ ബ്രില്യൻസ് ഉണ്ട്, സത്യം കണ്ട. അപ്പൊ ഇപ്പം നമ്മളോട് ഉള്ളത് ബിജു ചേട്ടനും നിഷി ചേച്ചിയുമാണ്. ചേട്ടാ, ചേച്ചി, വെൽക്കം ടു ദി ഷോ. അപ്പം നമുക്ക് ഉപ്പും മുളകും എന്ന ഷോയിലൂടെയാണ് നിങ്ങൾ ഒരുപാട് പരിചയം. സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മളെ വീട്ടിലുള്ള ആളുകളെ പോലെ ഒക്കെ ഫീൽ ചെയ്തത് ആ ഒരു ഇതിൽ കൂടെയാണ്, ഒരു സീരീസിലെ കൂടെയാണ്. അപ്പൊ അതിപ്പം കുറച്ച് ലൈറ്റ് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അത് പറഞ്ഞ് തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണ് അതിപ്പം ഇപ്പൊ സീസൺ രണ്ടാമത് അത് വന്നു, അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണോ, അല്ലെങ്കിൽ ഇനി നിങ്ങൾ അതിൽ ഉണ്ടാവോ, എന്തൊക്കെയാണ് അതിന്റെ ഒരു? ഇപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ തന്നെയാണ് ഞാനും കേട്ടത്. സീസൺ 3 ആരംഭിക്കും, തൽക്കാലം ബ്രേക്ക് എടുക്കുന്നു എന്ന് പറയും. ബ്രേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് സീസൺ 3 എന്ന് തുടങ്ങുമെന്ന് ആർട്ടിസ്റ്റുകളായ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സാധാരണ പറയുമല്ലോ തുടങ്ങുമെന്ന്, പക്ഷേ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. സീസൺ 3 തുടങ്ങും. അപ്പം നമ്മൾ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിൻ്റേതാണ്. ഈ ഉപ്പുമുളകും ആര് വെച്ചോണോ ചെയ്യാം, ഇന്ന ആൾ വേണമെന്നൊന്നുമില്ല. അപ്പം സീസൺ 3 ചിലപ്പോൾ അങ്ങനെ തുടങ്ങാനായിരിക്കും പ്ലാൻ. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ അറിയിക്കാത്തത്. അറിയിച്ചാൽ പോകും തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇതുവരെ അറിയിച്ചിട്ടില്ല. സാധാരണ ഞങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നേരത്ത് ഞങ്ങൾ വേറെ ഏതെങ്കിലും പ്രോജക്റ്റിൽ, ഈ പ്രോജക്റ്റിൻ്റെ കാര്യം പിന്നാലെ വരാം, പോകുമെന്ന് പറയുമ്പോൾ ഈ കമൻസ് കേട്ടിട്ടുണ്ട്, നിങ്ങളെന്താ ആ പ്രോജക്റ്റിൽ പോണേ, അത് ഉപ്പുമുളകിൻ്റെ അത്ര എത്തുമോ, നിങ്ങളെ ഞങ്ങൾക്ക് ഉപ്പുമുളകിൽ കാണാനാണ് താല്പര്യം, അപ്പോൾ വേറെ വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ ഉപ്പുമുളക് മസ്റ്റായിട്ട് വേണം. ഈ പറയുന്ന ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ ഒന്ന് വിചാരിക്കുക, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉപ്പുമുളക് ഞങ്ങളുടെ കയ്യിലല്ല, അത് ചാനലിൻ്റെ സ്വന്തം പ്രോഡക്റ്റാണ്. അവർ തീരുമാനിക്കും ഏതൊക്കെ ആർട്ടിസ്റ്റിനെ വെച്ച് ഉപ്പുമുളക് മുന്നോട്ട് പോകണമെന്ന്. തൽക്കാലം ഞങ്ങളടുത്ത് ഇന്ന തീയതിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് തരികയോ ഇത്രാം തീയതി. അപ്പം ഞങ്ങളെല്ലാം ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങളടുത്ത് രണ്ടുപേരെടുത്തും അറിയിച്ചിട്ടുണ്ട്. ഇല്ലല്ലോ, ഇല്ല, ആരടുത്തും എന്ന് തുടങ്ങുമെന്ന് അറിയിച്ചിട്ടില്ല. പറഞ്ഞു സീസൺ 3 തുടങ്ങുമെന്ന്. ഞങ്ങളോടല്ല പറഞ്ഞത്, പ്രേക്ഷകരോട് ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അതിനെപ്പറ്റി തുടങ്ങില്ലയോ, ഞങ്ങൾ കാണോ, തുടങ്ങിയാൽ നല്ലത് അല്ലേ? ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് തന്നെ നിങ്ങളൊരു പുതിയ പ്രൊജക്ടിന്റെ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം എപ്പിസോഡ് ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ പുതിയ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്? പറയൂ. പുതിയ പ്രൊജക്ട് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഉപ്പുമുളക് പോലത്തെ ഒരു പ്രൊജക്റ്റ് അല്ല. ഇതിപ്പോ ഞാനുണ്ട്, ബീച്ചേട്ടനുണ്ട്, പിന്നെ ഉപ്പുമുളകിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവും. അതുമായി ഒരു സാമ്യമില്ലാത്ത, ഒരു ബന്ധമില്ലാത്ത വേറൊരു ലൊക്കേഷൻ, വേറൊരു സ്റ്റോറി. അല്ല, പ്രേക്ഷകരുടെ പറയാനുള്ളതേ ഇപ്പം പറയില്ലേ പുതിയ തുടങ്ങി, എന്താ പുതിയ തുടങ്ങണം, നേരത്തെ പറയുന്നത് നമുക്കൊരുപാട് നമ്മൾ ആർട്ടിസ്റ്റുകളല്ലേ, ഇപ്പം സിനിമകളുണ്ട്, പക്ഷെ അല്ലാത്ത സമയം നമുക്ക് എപ്പോഴും എല്ലാ സമയവും സിനിമ ചെയ്യില്ലല്ലോ. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളും നമുക്കുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള നല്ലൊരു ഗ്രൂപ്പിനെ ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. അത് കോഴിക്കോടുള്ള ടീമാണ്. നമ്മുടെ ദിലീപേട്ടൻ,
പിന്നെ രാജീവേട്ടൻ, പ്രേമേട്ടൻ, അങ്ങനെ ഒട്ടനവധി ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന നാടക സുഹൃത്തുക്കൾ, നാടകം ചെയ്ത സമയത്തേ ഉള്ള സുഹൃത്തുക്കളാണ് വർഷങ്ങൾക്ക് മുമ്പേ. അപ്പം അവരുമായിട്ട് ചേർന്നുകൊണ്ട് മുൻപ് ഞങ്ങൾ കസ്കസ് എന്ന ചാനൽ ഉണ്ടാക്കുകയും അതിലൂടെ പപ്പനും പരപ്പിനി എന്നൊരു പ്രോഗ്രാം ചെയ്യുകയും ചെയ്തു. അത് തുടർന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് സീസൺ 2 തുടങ്ങിയിട്ട് അതിലോട്ട് പോയത്. അപ്പോൾ അതിങ്ങനെ ഏകദേശം പതുക്കെ അങ്ങ് മങ്ങിപ്പോയി. പ്രേക്ഷകർ നല്ല സ്വീകരിച്ചൊരു സംഭവമായിരുന്നു. പിന്നെ നമ്മുടെ എൻ്റെ പേഴ്സണലായിട്ടാണെങ്കിൽ എനിക്ക് സിനിമ അല്ലെങ്കിൽ നാടക പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന വഴിയാണ് എനിക്ക് രാജീവേട്ടൻ, ഈ പ്രേമേട്ടൻ, നമ്മളെ ദിലീപേട്ടനൊക്കെ പരിചയമാവാനും കോഴിക്കോടായിട്ട് പരിചയം 10-25 വർഷം മുമ്പുള്ള പരിചയമാണ് എനിക്ക് എല്ലാവരുമായിട്ടും. അപ്പോൾ എൻ്റെ നാടകങ്ങൾ കാണാൻ വരും, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അവരൊരു സീരിയൽ തുടങ്ങി, അതിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ചു. അത് എന്തോ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ട് നമ്മളെല്ലാം കൂടെ ചേർന്ന് നേരത്തെ ഒരു സീസൺ 2 നിർത്തിയ സമയം, അല്ല സീസൺ 1 നിർത്തിയ സമയത്ത് ഞങ്ങൾ കസ്കസ് എന്നൊരു ചാനൽ തുടങ്ങുകയും TMC അല്ലേ, ഇതൊരു ഓർമ്മയില്ല, TMC, അതായത് ടെക് ഫ്രെയിംസ്. ടെക് എന്ന് പറഞ്ഞാല് ഒന്ന് ട്രിവാൻഡ്രം, കോഴിക്കോട്, കൊച്ചി, അങ്ങനെ സംഭവം എല്ലാം കൂടെ ചേർന്നുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം, കൊച്ചി, ഇത് അവസാനം കൊച്ചി പറഞ്ഞുകൊണ്ടായിരിക്കും. അല്ലല്ല, കൊച്ചി. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ പരമായിട്ടാണ് ഇത് തുടങ്ങിയത്. പിന്നെ പപ്പനും പപ്പി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് സീസൺ 2 തുടങ്ങുമെന്ന് പറയുന്നു. ഞങ്ങളെല്ലാം അങ്ങോട്ട് പോകുന്നു. പിന്നെ ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ വീണ്ടും ഇത് തുടങ്ങാനുള്ള പരിപാടിയാണ്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോടുള്ള ഒരുവിധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പം നിർമ്മലുണ്ട്. സ്ക്രിപ്റ്റ് കുള്ളൂർ മാഷിൻ്റെയാണ്, അല്ല കഥ കുള്ളൂർ മാഷിൻ്റെയാണ്. സ്ക്രിപ്റ്റ് ഗിരീഷിൻ്റെ അമൃത TV-യിലൊക്കെ ഷോ ചെയ്യുന്ന ആളാണ്. പുള്ളി ഒരുപാടൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കോ പ്രൊഡ്യൂസറിൻ്റെ പിൻബലം എല്ലാം, നമ്മുടെ എല്ലാ സപ്പോർട്ടും കോ പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മില്ലേനിയമാണ്. അവരാണ് നമ്മുടെ ഇത് സംഭവം ഏറ്റെടുത്തത് നല്ല ഭംഗിയായിട്ട്. ഇതുവരെ 2 ദിവസം ആയുള്ളൂ, 2ാമത്തെ ദിവസം എന്നാൽ പോലും വളരെ ഭയങ്കര സപ്പോർട്ടീവാണ് മില്ലേനിയത്തിൻ്റെ എല്ലാവരും തന്നെ. അപ്പം അങ്ങനെ അപ്പോൾ ഇത് കണ്ടിട്ടും പറയരുത്, ഈ പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ ഇനിയും ഉപ്പുമുളക് വരാതെന്ന് പറയരുത്. കാരണം ഞങ്ങൾക്ക് ഉപ്പുമുളക് തുടങ്ങുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള, നേരത്തെ പറഞ്ഞ പോലെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ തുടങ്ങി. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു പുതിയ തുടങ്ങുന്നതിന്റെ തീമൊക്കെ എങ്ങനെയാണ്? അതൊരു സിറ്റ്കോം പോലെ തന്നെയാണോ അതിന്റെ തീം? സിറ്റ്കോം തന്നെയാണ്. തീം അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കുള്ളൂർ മാഷിന്റെ കഥയാണ്, ഒരു ബന്ധമില്ലാതെ സതീഷ് കുള്ളൂർ മാഷിന്റെ കഥയാണ്. ഞാൻ നേരത്തെ ടീച്ചറെ പറഞ്ഞ പോലെ അത് ഇനി എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ അതല്ല, വേറെ അത് നമ്മൾ സംഭവിച്ചു പോയ സംഭവമാണ്. ആരെ ബ്രില്യൻസ് ഉണ്ടോ, സത്യം കണ്ട, ആരെ ബ്രില്യൻസ് ഉണ്ടോ, ഒരു കഥ നേരത്തെ തയ്യാറാക്കിയതുണ്ടോ, ഒരു ചാനല് ഇന്നവടി പോകണമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒന്നും അല്ലത്. ഇത് അപ്പത്തൊന്ന് ഞങ്ങളെ ആർട്ടിസ്റ്റുകൾ ഇരുന്നിട്ട് ഞങ്ങൾ അപ്പത്തൊന്ന് സംഭവങ്ങൾ എഴുതി, അല്ലെങ്കിൽ എഴുതാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവും. ഇതിന്റെ ബാക്ക് ബോൺ എപ്പോഴായിരുന്നാലും സിറ്റ്കോമിന്റെ ബാക്ക് ബോൺ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറിനും ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ പ്ലേ ചെയ്യണമെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഇംപ്രൂവൈസ് ചെയ്തിട്ടുള്ള സംഭവം മാത്രമേ ഈ സിറ്റ്കോം നിലനിർത്തുള്ളൂ. സീരിയൽ എന്തായാലും ഡിഫറെന്റ് ആണ്, സിനിമയും ഡിഫറെന്റ് ആണ്. ഈ ഒരു മാജിക് നമുക്ക് സീരിയലിലോ സിനിമയിലോ ചെയ്യണമെന്ന് പറ്റില്ല, അറിയില്ല, അത് നടപ്പാവില്ല. ഇതല്ല, നമ്മളൊരു വരി വായിച്ചിട്ട് നമ്മൾ നേരത്തെ പണ്ടൊക്കെ വലിയ ആൾക്കാർ സാഹിത്യകാരന്മാരൊക്കെ പറയും വരികൾക്കിടയിലെ വ്യാഖ്യാനമാണ് നടൻ തിരഞ്ഞെടുക്കണമെന്നൊക്കെ പറയും. അതുപോലെ ഞങ്ങൾ ഇരുന്നിട്ട് കഥ ഉണ്ടാക്കുകയാണ്. അപ്പം ഒരാൾക്കും അറിയില്ല അത് എത്ര ദൂരം പോകുന്നു, ഇതെന്താണ് ആർക്കും അറിയില്ല. മീൻസ് അറിയാൻ പറ്റില്ല, കാരണം ഞങ്ങളായിട്ടുള്ള സംഭവമല്ലേ. അതുപോലെ തന്നെയാണ് അതുപോലെയാണ് ഞങ്ങളെ ഈ വെബ് സീരീസിന്റെ പേര് പെട്ടെന്ന് എളുപ്പമാണ് പറയാൻ. സർവകലാ വല്ലഭ കലാശാല സർവകലകളും അഭ്യസിച്ചിട്ടുള്ള ടീച്ചേഴ്സും ഇതൊക്കെ അധ്യാപകരാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഇവിടെ മനോഹരമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, PSC കോച്ചിങ് സെന്ററാണ്. പല ആൾക്കാർ വന്നു പോകുന്നു, രസകരമായ മുഹൂർത്തങ്ങളുണ്ട്. പഠിത്തം മാത്രമല്ല, ഒരു ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്തൊക്കെ സംഭവിക്കാം. അതായത് ഇപ്പൊ ശരിക്കും ഞങ്ങള് പ്രായമുള്ളവരുണ്ട്, യങ്സ്റ്റേഴ്സിന്റെ ആണ് കൂടുതലും അല്ല, യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുടുംബത്തിന് നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ ചെയ്ത പ്രോഗ്രാമത്തിന്റെ എങ്ങനെ ഏതൊക്കെ പ്രേക്ഷകർ നിലവാരമുണ്ട് കൊച്ചു അറിയില്ലേ. ഇപ്പൊ ഇന്നിപ്പോ വന്നിട്ട് എൻ്റെ ഒരു 6 വയസ്സുള്ള പയ്യൻ, 6-7 വയസ്സാണ്, ചേട്ടാന്ന് വിളിച്ചു. കാരണം ഇപ്പൊ നമ്മളൊക്കെ നിങ്ങളൊക്കെ പ്രായം എന്നെ അങ്കിളെന്നാണ് വിളിക്കാറ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം അവൻ ബാലു എന്ന് വിളിച്ചപ്പോഴേ, കാരണം അവൻ 8 കാണുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ആക്ടിങ് മെത്തേഡ് തന്നെയാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള. അത് തന്നെയാണ് ഇവിടെ ഈ വല്ലഭ കലാശാലയിൽ അരങ്ങേറുന്ന വിഷയങ്ങളൊക്കെ തന്നെ സമകാലീന വിഷയങ്ങളും അവതരിപ്പിക്കപ്പെടും. പിന്നെ കലകളുണ്ട്,
അത് നേരത്തെ ഞാൻ കുടുംബം ഉണ്ട് പറഞ്ഞ കേട്ടോ അതിനകത്ത്, കുടുംബമുണ്ട്. പിന്നെ ഈ അറിയാലോ ഏറ്റവും നല്ല കലാകാരന്മാർ എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും കോഴിക്കോടുള്ള ആൾക്കാരുടെ ഒരു സ്നേഹമൊക്കെ ഞാൻ അനുഭവിച്ചാണ്. അപ്പം ഇവിടെ ഗസലായിക്കോട്ടെ എല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതിലെ കാസ്റ്റ് ഒക്കെ എങ്ങനെയാ? ഉപ്പുമുളകിലെ ആളുകൾ ഇതിലുണ്ടോ അല്ലെങ്കിൽ പുതിയ ആളുകളാണോ വരുന്നത്? അങ്ങനെ കാസ്റ്റിനെ പറ്റി കുമ്പളയിലെ ആൾക്കാരുണ്ട്, കേശുണ്ട്, കേശുണ്ട്, പിന്നെ വേറെ എന്താണ് നമ്മള് ശങ്കരണ്ണനുണ്ട്, ഹാസ്യുണ്ട്, വാസിയുണ്ട്, ബിനു ഉണ്ട്, അനിയൻ. പിന്നെ ഉണ്ട് മറ്റേ നമ്മള് വർഷയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച അവരെ ജയന്തൻ. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് വരും. പതുക്കെ പതുക്കെ വരുള്ളൂ. കാരണം നമ്മളിപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിർമ്മലുണ്ട്, കലയുണ്ട്. ഇപ്പം ഉപ്പും മുളകിലെ ഋഷി ഇപ്പം ബിഗ് ബോസിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം അതിന് പെട്ടെന്ന് പോരാണെങ്കിൽ ഇവിടെ ഉണ്ടാവും. അപ്പൊ കാണാറുണ്ടോ ബിഗ് ബോസ് ഋഷിന്റെ? എന്ത് തോന്നുന്നു? എപ്പോഴൊന്നും കാണാൻ പറ്റില്ല, എന്നാലും വീട്ടില് ഉള്ളപ്പോ കാണും. എന്താ തോന്നുന്നത് അതിന്റെ? പാവം. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് രണ്ടുപേരെ കാലൊക്കെ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടൊക്കെയാണ് ഒരു പ്രോഗ്രാമിന് പോയപ്പോഴേ ചെലവ് ചെയ്തില്ല, പറ്റിച്ചിട്ട് പോയി. പക്ഷെ അവൻ തിരക്കായി പോയി അല്ലേ അവിടെ ഉപ്പുമുളക് കാണിക്കുന്ന സംഭവം തന്നെ അവിടെ കാണിക്കുന്നത്. പെട്ടെന്ന് കരച്ചിട്ട് വരും, നീ വിഷമം അവന് താങ്ങാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവന് പാവം വോട്ട് ചെയ്യണം എല്ലാരും. കാരണം അവന് അവന്റെ നേച്ചർ ഇതാണ്, ഭയങ്കര ഹൃദയ ലോല ഹൃദയനാണ് അവൻ. പെട്ടെന്ന് കയറി ഭയങ്കര സില്ലിയാണ് ആള്. അതെ. അപ്പൊ പാറക്കുട്ടിയും ശിവാനിയും കേശും ഒക്കെ എവിടെയാണ് ഇപ്പൊ? ശിവാനിക്ക് ഭയങ്കര പഠിത്തമാണ്. ഇപ്പൊ ശിവാനിക്ക് ഒന്നിനും സമയമില്ല. അപ്പോൾ ശിവാനി തൽക്കാലം ഇതിലില്ല, കാരണം പഠിത്തമാണ്. ജൂഹി ഏതോ ഹിമാലയൻ യാത്രയോ ട്രിപ്പൊക്കെ ജൂഹി പോയിരിക്കുകയാണ്. ഇടയ്ക്ക് വരും, നമ്മൾ ചെറുപ്പം അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതില് ഇപ്പൊ പറ്റിയ സംഭവം ഇല്ല. ചിലപ്പോ വരാതിരിക്കാം. പാറക്കുട്ടിയോ? പാറു ചിലപ്പോ വരാം. പാറു വരണമെങ്കിൽ ഡേ കെയർ തുടങ്ങേണ്ടി വരും ഇവിടെ. അല്ല, അത് നമ്മള് കൊറേ പ്ലാനിങ് ഉണ്ട്. ചിലപ്പോ അവരും ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കഥ. ഇവിടെ എന്തൊക്കെ വരുമോ നമുക്ക് ഇപ്പൊ പറയാം. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഉപ്പുമുളകിന്റെ കഥ നേരത്തെ പറഞ്ഞ പോലെ അവിടെ അങ്ങനെ എങ്ങനെ അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ സംഭവിച്ചു ഏതാണ്. നമ്മളിങ്ങനെ ഇരുന്ന് ഒരു എപ്പിസോഡ് ചെയ്തു, ആ എപ്പിസോഡിനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്ത എപ്പിസോഡ് അതിന്റെ ഇടയ്ക്കൂടെ ഒരു കഥ കയറി വരുന്നത്. അതായിരിക്കും പിറ്റേ ദിവസത്തെ സബ്ജക്ട്. അപ്പൊ അവിടെ ഈ ആർട്ടിസ്റ്റുകൾ എല്ലാരും കൂടെ കൂടി ഇരുന്നിട്ട് ഫസ്റ്റ് സീൻ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടിട്ട് സെക്കൻഡ് സീൻ അപ്സര എഴുതാൻ. ഒരു സീൻ ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും അവൻ അവിടെ വന്നിട്ട് നോക്കിയിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ടായിരിക്കും സെക്കൻഡ് സീൻ വരുന്നത്. അങ്ങനെയൊക്കെ അവിടെ അങ്ങനത്തെ ഒരു കഥ. നിഷേന്റെ കഥ പറയും, ഞാൻ കഥ പറയും, എല്ലാരും. എന്റെ വീട്ടിലെ കഥയാണ് മിക്കവാറും. എന്റെ അച്ഛന്റെ പേര് ബീച്ചേട്ടനെ കുറിച്ചൊക്കെ ഞാൻ ചില എപ്പിസോഡിലൊക്കെ പറഞ്ഞിരിക്കണത് ബീച്ചേട്ടന്റെ സംസാരിക്കുമ്പോ ബീച്ചേട്ടന്റെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നമ്മൾ പറയുമല്ലോ, ഇപ്പൊ എന്റെ ആണെങ്കിലും പറയാലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് ചില സീൻസ് ഒക്കെ വരുമ്പോ ആ സ്ക്രിപ്റ്റിലെല്ലാം ആയിരിക്കില്ല പറയണേ, അത് ഞാൻ മനസ്സിൽ വെച്ചിട്ടായിരിക്കും അങ്ങനെ അങ്ങനെ പോകും. ഇതിലിപ്പം മാധവൻ തമ്പിയായിട്ട് വെച്ചത് എങ്ങനത്തെ മാധവൻ തമ്പി? എന്റെ അച്ഛനാ മാധവൻ തമ്പിയ യഥാർത്ഥത്തില്. ആ പേര് തന്നെ അപ്പം കുട്ടമ്പിള്ള ഇട്ട്. പിന്നെ അവിടുത്തെ കഥകളും കാര്യങ്ങളും ഒരു പെണ്ണ് വന്ന് എങ്ങനെ ഇരിക്കുക, അമ്മ വന്ന അച്ഛൻ്റെ അടുത്ത് എങ്ങനെയൊക്കെയാണ് പെരുമാറുന്ന രീതി തന്നെയാണ് അച്ഛൻ്റെ ഓരോ ദുശ്ശാഠ്യങ്ങളും. സ്മോളടിക്കും, അടിച്ചു കഴിഞ്ഞാൽ രാവിലെ എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറുന്നതൊക്കെ ഞാൻ നിഷ ഇങ്ങനെ. പക്ഷെ ഇതില് ഉപ്പുമുളകില് പക്ഷെ അങ്ങനെയല്ല, നമ്മളിപ്പോ ചെയ്തപ്പോ ആ മോഡേൺ രീതിയിലേക്ക് കുറച്ച് പക്ഷെ നമ്മളായിട്ട് തന്നെ ബ്രേക്ക് ചെയ്ത്. കാരണം ആൾക്കാർക്ക് ഇഷ്ടമല്ലത് ഈ ഭയങ്കര മോഡേൺ ആയിട്ട്. നമുക്ക് എപ്പോഴും പട്ടിണി പരിപാട്ടു. ആദ്യം തുടങ്ങിയപ്പോ നമ്മള് ജീൻസും ടീഷർട്ടും ഒക്കെ ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ നമ്മൾ തന്നെ അത് ഗ്രാജുവലി ഞങ്ങൾ തന്നെ പതുക്കെ മാറ്റി. അങ്ങനെ ഡയറക്ടർ പോലും അറിഞ്ഞില്ല നമ്മൾ ഡ്രസ്സിന്റെ ഇതൊക്കെ മാറ്റിയത് അറിഞ്ഞില്ല. അത് പിന്നെ അതന്നെ ഞാൻ പുള്ളിക്ക് ഞാൻ ലാഷൊക്കെ വെച്ച് മുടിയൊക്കെ. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് വരണത് ഈ റാപ്പ് റൗണ്ട് വിട്ട് ഒരു ബനിയൻ വിട്ടൊക്കെ ആയിരുന്നു വരണേ. അപ്പൊ ചിലപ്പോ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് കയറും. പിന്നെ അതാ ഒരു ഫാഷനായി മാറി, അവന് അങ്ങനെ തന്നെ അങ്ങ് പോയി. അപ്പൊ നമ്മള് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ തന്നെ ഒരു കോടി ചിലപ്പോ ഡയലോഗ് പഠിച്ചിട്ട് സീനിലേക്ക് കയറണം. ബീച്ചേട്ടനും അതേപോലെ തന്നെ റൂമിൽ നിന്ന് വന്നിട്ട് കീറിയ ചുരിദാറൊക്കെ ഇട്ടിട്ട് കയറിയിട്ടുണ്ട് വീട്ടിൽ. നിയമമൊന്നുമില്ല. കാരണം അത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ പെർഫോമൻസിനാണ് അവിടെ പ്രാധാന്യം. അല്ലാതെ നമുക്ക് വേറെ ഈ ഭയങ്കര ഗിമ്മിക്സ് ആയിട്ടുള്ള കാഴ്ചകളോ. ഒരു 4 മുറി എത്രയെന്ന് സഹിക്കും ആൾക്കാർ? 8 വർഷമായിട്ട് സഹിക്കുകയല്ലേ. ഒരു അടുക്കള, ഒരു ബാലുവിൻ്റെ റൂം, ഒരു ബെഡ്റൂം. അവിടെ ബെഡ്റൂമിൽ കിടത്തത്തുമില്ല, അവിടെ സിറ്റിയിലേക്കാണ് ഞാൻ കിടക്കണേ. അപ്പം അങ്ങനത്തെ ഒരു ബെഡ്റൂം. പിന്നെ ഇപ്പോൾ ഡൈനിങ് ടേബിള്. ഇതിൻ്റെ അകത്താണ് ഈ മൊത്തം കഥ.
അവിടെ ഞങ്ങളിപ്പോ ഞങ്ങളൊക്കെ യാത്രകള് ഇപ്പൊ പ്രോഗ്രാംസ് ഉണ്ടാവും, പുറത്തു പോകും, നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തു പോകലും അല്ലെങ്കിൽ നമ്മള് പ്രോഗ്രാംസിന് പോകലും എവിടെ പോയാലും ഞാനും ബിച്ചേട്ടൻ, കണ്ണൻ, അഫ്സല് ഒക്കെ എപ്പോഴും സംസാരിക്കാൻ ഞങ്ങൾക്ക് വേറെ മാറ്റർ ഒന്നുമില്ല. എപ്പോഴും എന്ത് സംസാരിച്ചാലും നമ്മൾ നല്ല രീതിയിൽ പോകാൻ കണ്ടന്റ് ഉണ്ടാക്കണം. അതാണ് കഥ. ആ സമയത്ത് ഞങ്ങൾ എന്ത് സംസാരിച്ചാലും ഞങ്ങൾ പുതിയ കഥയെക്കുറിച്ച്, പുതിയ എപ്പിസോഡ് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിയാൽ മാത്രമേ പോയാൽ അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ ആൾക്കാരും വേണം. സപ്പോർട്ട് ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് സാധാരണ എല്ലാമേ ഡൗൺ ആവും. അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ, ചില എപ്പിസോഡ്സ് ഒക്കെ വീക്കാണ്. അതെല്ലാം അങ്ങനെ തന്നെ. 10 എപ്പിസോഡ് എടുത്താൽ ചിലപ്പോൾ 5 നന്നാവും, 3 ആവറേജ് ആയിരിക്കും, 4 പൊളിയായിരിക്കും. എല്ലാം നന്നാവത്തൊന്നുമില്ല. ഇപ്പൊ ഇവിടെ തുടങ്ങിയപ്പോ അതങ്ങനെ ഒരു 8 വർഷം അങ്ങനെ അവസാനിച്ചു. ഇവിടെ തുടങ്ങിയപ്പോ ഞങ്ങളുടെ മനസ്സിൽ ആ പഴയ ഇതിലേക്ക് വീണ്ടും എത്തി. വീണ്ടും ഞങ്ങള് മനസ്സിലെപ്പോഴും കഥകളാണ്. ഞങ്ങള് ട്രെയിനിലിരുന്നാലും ഫോണിൽ സംസാരിച്ചാലും ഇവിടെ ഇരുന്നാലും കാരണം ഇതില് കഥ പറയാനുണ്ട്, ഒരുപാട് കഥ പറയാൻ. പുതിയ ക്യാരക്ടേഴ്സ് ആണ്. ഞങ്ങള് സ്വഭാവത്തിന് വേറെ വ്യത്യാസം. ഞങ്ങള് ഭാര്യഭർത്തക്കന്മാരായിട്ടൊന്നുമല്ല. അപ്പൊ അതിലുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ പുതിയ പുതിയ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അവർക്ക് പറയാനുള്ള ജീവിത കഥകൾ ഒരുപാടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് പുതിയ എപ്പിസോഡ്സുകൾ ഉണ്ടാക്കാൻ പറ്റും. ഈ പ്രധാനപ്പെട്ട ഒരു കുളൂർ മാഷിന്റെ കഥ നിൽക്കാതെ തന്നെ ഞങ്ങളെ അനുഭവം പഠിക്കാൻ പറഞ്ഞ കുട്ടികൾക്ക് ഫാമിലി ഉണ്ട്, അവർക്ക് അനുഭവങ്ങളുണ്ട്, അങ്ങനെ ഇവിടുത്തെ ടീച്ചേഴ്സിന് അനുഭവങ്ങളുണ്ട്, മാഷുമാർക്ക് ഉണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ സാധാരണ എല്ലാവരും കാണുന്ന പ്രേക്ഷകർക്ക് എന്തൊക്കെ ലൈഫിലുണ്ടോ അതെല്ലാം ഇതിനകത്ത് കാണാൻ പറ്റും. മറ്റേത് ഒരു ഫാമിലിന് മാത്രമുള്ള കാര്യമാണ്. നമ്മളൊരു ഫാമിലിന് മാത്രം കഥയായിരുന്നു. ഇതിലങ്ങനെയല്ല, ഒരുപാട് ഫാമിലിയിലെ കഥകൾ വരും. കാണുന്ന ആൾക്കാരെ എല്ലാ ഫാമിലി, അങ്ങനെ പല ടൈപ്പ് ഫാമിലി, എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ട് പറ്റിയ സംഭവം. പിന്നെ ഇപ്പൊ എന്താ അഭിനയിക്കുന്നത്, നന്നായിട്ട് പെർഫോം ചെയ്തു. കോയ എന്ന പേര് മുഹമ്മദ് കോയ. ഇവിടെയുള്ള കോഴിക്കോടുള്ള നമ്മുടെ കപ്പേളയില് കണ്ണ് കാണാൻ പാടാത്ത ആ ചേട്ടൻ അഭിനയിച്ചില്ലേ, ആ ചേട്ടൻ ഞങ്ങൾക്ക് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അസലായിട്ട് പെർഫോം ചെയ്തേക്കണേ. നമ്മള് മറ്റേ ഉപ്പുമുളയിൽ അഭിനയിക്കുമ്പോ നമുക്കിപ്പോ ബീച്ചേട്ടൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് ചിരി വരുമായിരുന്നു. ചിലപ്പോ നമ്മളിപ്പോ വീട്ടിലാണെങ്കിൽ നമ്മൾ ചിരിച്ചു പോകുമല്ലോ. അപ്പൊ ഭർത്താവ് കാണിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചിരി വരും. അപ്പൊ അത് കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെയാണ് വിടുക. ഇവിടെ ഇപ്പൊ നമ്മളിവിടെ അത് തന്നെയാണ്. പുള്ളി ചിലതൊക്കെ ചെയ്യും. പുള്ളിയുണ്ട്, പിന്നെ നമ്മളെ സ്ക്രിപ്റ്റ് റൈറ്റിനകത്തൊരു ബംഗാളി ക്യാരക്ടർ ചെയ്യാനുണ്ട്. ഒറിജിനൽ ബംഗാളി അല്ല. അപ്പൊ ഇവരൊക്കെ നല്ല റൈറ്ററാ. പിന്നെ അതുപോലെ തന്നെ അമൃതയിലൊക്കെ നല്ല മിമിക്രി ഒക്കെ എല്ലാം നല്ല കഴിവുള്ള ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേ എനിക്ക് ചിരി വരും. അപ്പൊ അതൊക്കെ ആ ചിരിയൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോ അല്ല, ആർട്ടിസ്റ്റിനോ ടെക്നീഷ്യനോ ആർക്കെങ്കിലും ചിരി വന്നാൽ പിന്നെ ഒന്നാമത്തെ കാര്യം ആൾക്കാർ കോമഡി കൊണ്ട് മടുത്ത്. എന്തൊക്കെ കൊടുത്താലും ആൾക്കാർക്ക് മൈൻഡില്ല. അവർക്ക് പുതിയത് വേണം എന്നുള്ള. അപ്പൊ ഈ കോമഡി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ രസകരമായ ഇൻസിഡന്റ് മാത്രമേ അത് അംഗീകരിക്കാൻ പറ്റൂ. കോമഡി നമുക്ക് കോമഡി നാളെ ഒരു കോമഡി പറയാം, ഇപ്പൊ ഒരു കോമഡി പറയുന്നത് നടക്കൂല. അപ്പൊ ഇതൊക്കെ ഈ ഇപ്പൊ വീണ് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് ഇപ്പൊ ഇത് എഴുതും. പിന്നെ ഈ ഗിരീഷ് അങ്ങനെ സംഭവങ്ങളൊക്കെ എഴുതും. അപ്പൊ എന്താ പറയാ, ആ ഭാഗം നമ്മളെ ഉപ്പുമുളകിന്റെ ഒരു 500 കൂടുതൽ എഴുതിയ ഒരാളാണ് അഫ്സൽ കരുനാഗപ്പള്ളി. പുള്ളി ഒരു ഡയറക്ടർ. അപ്പൊ ഇപ്പൊ ഇത് ഡയറക്റ്റ് ചെയ്യണ, സ്ക്രിപ്റ്റ് എഴുതാൻ പുള്ളിക്ക് ടൈമില്ല ഇനി, ഡയറക്റ്റ് ചെയ്യണ. അപ്പൊ ഗിരീഷ് സ്ക്രിപ്റ്റ് എഴുതും, അഫ്സൽ ഡയറക്റ്റ് ചെയ്യും. രാജീവേട്ടൻ, പ്രേമേട്ടൻ, ദിലീപേട്ടൻ ഒക്കെ നമ്മളെ കൂടെ ഉള്ള എല്ലാ അവരുടെ ഫാമിലി കംപ്ലീറ്റ് അവര് മാത്രമേ കോഴിക്കോട് നമ്മൾ പരിചയപ്പെട്ട പേരെടുത്ത് പറയാൻ പറ്റില്ല. ഇതിപ്പോ സജിയുടെ ഒക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ട്. അതായത് മില്ലേനിയത്തിന്റെ അവരും ഇവിടെ എപ്പോഴും വരുന്നുണ്ട്. നമ്മളെ ശാര ചേച്ചി കോഴിക്കോട് എന്ത് ഫംഗ്ഷൻ ഉണ്ടാവട്ടെ, എന്ത് പ്രോഗ്രാം ഉണ്ടായി, ശാര ചേച്ചി ഇല്ലാതെ ചിലത് അച്ചാറ് നിർബന്ധം എന്ന് പറയുന്നത് അതേപോലെ ശാര ചേച്ചി ഇല്ലാതെ ശാര ചേച്ചിയാണ് നമ്മുടെ മേക്കപ്പ് മാത്രമല്ല ചെയ്യണം. ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇന്ന ആൾക്ക് ഇന്ന പോസ്റ്റ്, ഇവിടെ ആ ക്യാമറാമാൻമാർ മാത്രമാണ് അവരുടെ ജോലി ചെയ്യുന്നത്. അവര് ക്യാമറ വിട്ട് ഒരു പണിയും ചെയ്യണില്ല, കാരണം അവർക്ക് സമയമില്ല. ഡയറക്ടർ വരെ മടലും എടുത്തിട്ട് പുറകെ പോണം. ഈ പ്രോപ്പർട്ടി എടുത്തിട്ട് ബിച്ചേന്റെ പുറകെ ഞങ്ങളെ പുറകെ ഡയറക്ടർ വരെ പോകുന്നുണ്ട്. പുള്ളിക്കാരി ചിലപ്പോൾ പാത്രം കണക്ക് കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈറ്റ് പിടിച്ചിരിക്കുന്നതാണ്. അതങ്ങനെ എല്ലാവരും ഇപ്പൊ അഭിനയിക്കാൻ വന്ന ആ കുട്ടിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ആൾക്കും ഇന്ന ജോലിയൊന്നുമില്ല. അവരുടെ ഫാമിലിയാണ്, അവരുടെ കുടുംബത്തിൽ വന്നിട്ട് നമ്മൾ ജോലി ചെയ്യാണ്. അതൊരു ഭയങ്കര പോസിറ്റീവാണേ. ആ ഒരു പോസിറ്റീവ് ഉണ്ട് ഇവിടെ. എന്തായാലും എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, നമ്മളെ കയ്യിലല്ല. ജനങ്ങള് കണ്ട് ഇതിലോട്ട് ഇറങ്ങി വരണം. അവരെപ്പോഴും ഈ ഉപ്പുമ്പളം ഇങ്ങനെ
കാരണം 24 hours ഇപ്പോഴും ഉണ്ടല്ലോ അത്. റീടെലികാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എപ്പോഴും മൈൻഡിൽ ഇങ്ങനെ രാത്രി ഒരു സാധനം 10 മണി വരെ ഒരാൾ എന്നെ ചോദിച്ചാൽ 2 മണിക്ക് നിനക്ക് ഉറക്കമില്ലേ? കാരണം അയാൾ 2 മണിക്ക് മൂത്രമൊഴി കഴിച്ചപ്പോൾ ഞാൻ ടി വിയിൽ ഇട്ട് നോക്കിയപ്പോൾ അപ്പൊ അവരുടെ വിചാരം അതാ നമ്മളെപ്പോഴും ടി വി തന്നെയാണെന്ന വിചാരം. എന്ന് പറയുമ്പോൾ പോലെ അവര് മാക്സിമം ഇപ്പോഴും ഇട്ട് കാണാം. അപ്പൊ നമുക്ക് നല്ലതാ, കാരണം നമ്മളെപ്പോഴും നമ്മൾ അടിച്ചു പോയി കഴിഞ്ഞാലും ലൈവായിട്ട് അവിടെ ഉണ്ടാവും. അന്നേരം 1800 എപ്പിസോഡ് ഉണ്ട്. അതിങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് തുടങ്ങിയാലേ നമ്മുടെ ഇഷ്ടമുണ്ട് കേട്ടോ ഗവൺമെന്റ്. പിന്നെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഫ്ലവേഴ്സിനോട് താങ്ക്സ് പറയാറുണ്ട്. കാരണം നമ്മൾ പല സ്ഥലത്തു നിന്ന് വന്നവരാ. ഞാൻ നാടകത്തിൽ നിന്ന്, നിഷ സീരിയൽ സിനിമ നാടകത്തിൽ നിന്ന് വന്നു. അപ്പൊ നമുക്ക് ഞാൻ നാടകം സിനിമ അപ്പൊ നമ്മളൊക്കെ എന്തൊക്കെ വന്നാൽ നമ്മൾ ഞാന്, കണ്ണൻ, മുസ്തഫ, കപ്പൽ എഴുതിയില്ലേ, പിന്നെ ശ്രീകുമാർ, ഇതൊക്കെ ആയിരുന്നു ഒരു ഗ്യാങ്. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ആശയം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിനയിക്കണം നാടകം വിട്ടിട്ട്, പക്ഷേ എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാന്നുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് വേറെ ഒരിടത്തും നമ്മൾ അടുപ്പിക്കില്ല. കാരണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഏത് ആൾക്കാർ ഇതെന്ത് പുതിയ സംഭവം, അവിടെ നമുക്ക് അഭിനയത്തിന്റെ പാറ്റേൺ വേറെയാണ്, ഡബ് ചെയ്യണം, ഒക്കെ ചെയ്യേണ്ടത്. നമ്മൾ തോന്നിയ പോലെ അഭിനയിക്കുന്നു, ക്യാമറ ഉടച്ച് ഷൂട്ട് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഇത്. ഏകദേശം ഒരു 6 വർഷം വരെ ഞങ്ങള് ആ ഒരു ഇതിൽ തന്നെയാണ് അല്ലെ, ഉപ്പുമുളക് നമ്മളുടെ ആ ഒരു ഇതിൽ തന്നെ. പിന്നെ ഇടയ്ക്ക് വെച്ച് ഈ ട്രാക്ക് മാറിയപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഒരു ബിസിനസ് അല്ലേ, ബിസിനസ് പരമായിട്ട് ബിസിനസ് ആണല്ലോ ഇത്. ഒരിക്കലും ഇതൊരു ഈ പറയുന്ന പോലെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മള് കലയെ ഉപാസിക്കുന്ന വലിയ കാര്യമില്ല. ബിസിനസ് ആണ്. ഈ ബിസിനസ് വരുമ്പോ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയ പ്ലാറ്റ്ഫോമിനോട് ഫ്ലവേഴ്സ് ചാനൽ വളരെ നന്ദിയുണ്ട്. നമ്മളിപ്പോ എന്തായാലും അവിടെ നിന്ന് വന്നതാണ്. അപ്പൊ ആ ഒരു അവര് തന്ന ഒരു ലൈഫാണ് ഇപ്പൊ ഞങ്ങളുടെ കൈകളിലിരിക്കുന്നത്. പറഞ്ഞ പോലെ നമ്മളിപ്പോ ഉപ്പുമുളക് ഉണ്ടായിരുന്ന ആ 8 വർഷം നമ്മൾ സേഫ് സോണിലായിരുന്നു. ആ സേഫ് സോണിൽ തന്നെ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ അവിടെ നിന്ന് നമ്മളിപ്പോ അവരത് പൊട്ടിച്ചപ്പോ നമ്മൾ പുറത്തേക്ക് ചാടി. അല്ല മാറണം, മാറ്റം ആവശ്യമാണ്. ഞാൻ കാവല സാറിന്റെ ഇവിടെ നിന്നിട്ട് ഞാൻ മാറി, ഞാൻ ഇനി ജീവിതം തകർന്നു, ഇനിയിപ്പോ ലോകമൊന്നുമില്ല എന്ന് വിചാരിച്ചു. സത്യം അങ്ങനെ വിചാരിച്ച ഒരു സമയമുണ്ട്. കാരണം ഇപ്പൊ നമ്മള് കാവല സാറിന്റെ ചിറകിനടിയിലാണ്. എവിടെ പോലും സാറ് നമ്മൾ ഒറ്റയ്ക്ക് മാറി ചിന്തിച്ചില്ല. പിന്നെ ഇവിടെ വന്നു, പിന്നെ ഇവിടെ വന്നപ്പോ ഏകദേശമായി. ഇപ്പൊ അടുത്ത നമ്മളൊരു ഫാമിലി ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ജനിച്ചു വളർന്നു 18 വയസ്സ് വരെ നമ്മൾ പഠിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ അവരെ പുറത്തേക്ക് വിടണം. കാരണം ആ കുട്ടി ഇറങ്ങി കഴിയുമ്പോ തനിച്ചിറങ്ങുമ്പോ അവനൊരു വെപ്രാളം ഉണ്ടാവും, ഞാൻ എങ്ങനെ ജീവിക്കും. പക്ഷെ ആ വെപ്രാളമാണ് അവനെ പിന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതൊക്കെ പണ്ട് ഈ അതൊക്കെ ഫോറിനേഴ്സ് നമ്മളെ UK ഉള്ളൂ. അത് ഈ 18 വയസ്സാകുമ്പോൾ പുറത്തു ഇപ്പൊ 40 വയസ്സായിട്ട് അമ്മയുടെ മടി കുത്തിന്ന് പൈസ വാങ്ങിച്ചു വെള്ളമടിക്കാൻ പോണവരുണ്ട് അല്ലേ. പക്ഷെ അവരുടെ ലൈഫ് അതേപോലെ ആയിരിക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് എങ്ങനെ ചിന്തിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അത് നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിച്ചാൽ അങ്ങനെ വിട്ട് ചിന്തിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാനൊക്കെ ഈ ഒരു ലെവൽ ഇങ്ങനെ ഈ ലെവൽ എന്ന് വെച്ചാൽ അങ്ങനെ ലെവലല്ല. ഇപ്പൊ ഈ മേഖലയോട്ട് അതിൽ ഞാനും എന്റെ അമ്മയുടെ അച്ഛനെ നിന്ന് പൈസ വാങ്ങിച്ചു ഇപ്പോഴൊന്നും ചോദിച്ചാൽ ഉള്ള കാര്യമാണ്. കറക്റ്റാണത്, കറക്റ്റാ. അപ്പൊ ആ ഒരു ജീവിത രീതിയാണ് ഇപ്പൊ ഇവിടെ നമുക്കുള്ളത്. അതേപോലെ നമ്മളിപ്പോ നമ്മൾ സ്വതന്ത്രരാണ്. ഇപ്പൊ സിനിമയ്ക്ക് കൂടുതൽ സമയം ഡേറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്ക് 10 ദിവസത്തിൽ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ സിനിമ എനിക്ക് 30 ദിവസമാണ് ഡേറ്റ്. അതിന്റെ അടുത്ത് സിനിമ പറഞ്ഞാൽ 30-32 ദിവസമാണ് അടുത്ത ഡേറ്റ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് നമ്മൾ ഈ സംഭവം ചെയ്ത് ഇപ്പൊ സിനിമേനെ പുതിയ സിനിമ ഏതൊക്കെയാ വരുന്നത്? ഇനിയിപ്പോ നിഷാദിക്കയുടെ പടമാണ്, എം എ നിഷാദിക്കയുടെ പടം പോലീസ് സ്റ്റോറിയാണ്. അടുത്ത പടം ഇപ്പൊ ഞാൻ ഇടിയൻ ചെന്നു എന്നൊരു സിനിമ ചെയ്ത് പ്രൊഡ്യൂസാണത്. ഞാൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ലെന, അങ്ങനത്തെ ടീമാണ് നമ്മുടെ. അതിന്റെ സീസന്റെ പടം സെപ്റ്റംബറിൽ. പിന്നെ നമ്മൾ അഫ്സലിന്റെ ഉണ്ട്, അവൻ വേഷം തരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ റൈറ്ററിന്റെ പടം, പിന്നെ ആന്റണി സോണിയുടെ പടം അവിടെ ഉണ്ട്. അങ്ങനെയുണ്ട്. ഇറങ്ങാനായിട്ട് ധ്യാനും ഞാനിട്ട് ഒരു പടം 2-3 പിന്നെ കോഴിക്കോട് തന്നെ നമ്മുടെ അമർ പ്രൊഡ്യൂസ് ചെയ്ത ജോയ്ഫുൾ എൻജോയ്, ആ പടത്തിന് അങ്ങനെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ചും കൂടെ ഇറങ്ങാനുണ്ട്, ചെയ്യാനുണ്ട്. ഇപ്പൊ ചേച്ചിക്ക് എങ്ങനെയാണ് സിനിമകൾ? അങ്ങനെ എന്റെ പഞ്ചവത്സര പദ്ധതി എന്നും പറഞ്ഞ് 26-ാം തീയതി ഒരെണ്ണം റിലീസ് ആവുന്നുണ്ട്. പിന്നെ ധ്യാന്റെ പടം ഇപ്പൊ ഒരെണ്ണം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ VKP സാറിന്റെ, VK പ്രകാശ് സാറിന്റെ ഒരു പടം ഇപ്പൊ മീര ജാസ്മിന്റെ ഇപ്പൊ അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിനിടക്ക് കുറെ ഒരു 3-4 പടങ്ങൾ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ റിലീസ് ആവാനുള്ള ഓരോന്നോരോന്ന് ഓരോ മാസത്തിൽ റിലീസ് ആവും. പുതിയത് ഇനി ചെയ്യാൻ പോണെന്ന് വെച്ചാല് അത് കുറച്ച് സസ്പെൻസ് ആണ്, അത് പിന്നെ പറയാതെ. ഇപ്പൊ ഇതിന്റെ ഇപ്പൊ കസ്കസിന്റെ ഇത് ചെയ്യുന്നത് എപ്പോഴാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ, നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? അതല്ല, അത് ബില്യനായിട്ട് ആലോചിച്ചിട്ട് നല്ലൊരു സമയം അവരാണല്ലോ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പൊ അത് അവര് പറയും. എനിക്ക് വിഷുവിന് എന്റെ നമ്മുടെ ആലോചന ചിലപ്പോ വിഷുവിനായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴാണെന്ന് അറിയില്ല. മിക്കവാറും വിഷുവിനാവാനാണ് സാധ്യത എന്നാണ് എന്റെ വിശ്വാസം. അല്ലേ? അത് നല്ലൊരു തുടക്കമായിരിക്കും.
പിന്നെ നമുക്ക് മുടങ്ങാൻ പാടില്ലല്ലോ. നമ്മള് അതെ. ഈ സിനിമയുടെ തിരക്ക് കൊണ്ട് ഇപ്പൊ അടുത്ത മാസം നമ്മളില്ല, ഞാനില്ല. അപ്പൊ അങ്ങനെ എൻ്റെ അടുത്ത മാസം നിഷയുടെ അപ്പൊ നമ്മൾ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ 5 ദിവസത്തെ ആഴ്ചയിൽ 1 വെച്ചാകുമ്പോഴേ അവർക്ക് കണ്ട് ഇരിക്കാനുള്ള സംഭവങ്ങളുണ്ട്. അതിൽ ക്വാളിറ്റി നമ്മൾ കൂടുതൽ ദിവസവും മറ്റത് ആലോചിക്കണം. നമ്മൾ ഓരോ ചെയ്ത് ദിവസം 22 ദിവസം ഷൂട്ടാണ്. 22 ദിവസം ഓരോ ദിവസം 22 എപ്പിസോഡാണ്. ഒന്നൊന്നായിട്ട് പോകും, പെട്ടെന്ന് പോകില്ല. ഇതാകുമ്പോൾ ഒരാഴ്ച ആകുമ്പോൾ നമ്മൾ ആലോചിച്ച് എഴുതി നല്ല രീതിയിലുള്ളൊരു സാധനം പുറത്ത് വരും, അത് ആൾക്കാർ കാണും എന്നുള്ള വിശ്വാസത്തിലാണ് ആഴ്ചയിൽ 1 ആക്കിയത്. പിന്നെ ഇനി എന്താണെന്ന് എനിക്കറിയാം, എല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല, എല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. നമ്മളൊരു 8 വർഷം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം 8 വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടിയിട്ടുണ്ട്. കാരണം അത്രയും ദിവസം അവിടെ ഷൂട്ട് ഉണ്ടാവുന്ന നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പൊ അത്രയും ദിവസം ഇല്ലെങ്കിലും ഇവിടെ നമുക്ക് ഒരു 10 6 ദിവസം 7 ദിവസം ഒക്കെ ഇവിടെ കൊടുത്താൽ മതി, ഒരു മാസം ഇവിടെ ചെയ്താൽ മതി. പക്ഷെ ആ ദിവസം ഉണ്ടല്ലോ, ഈ അല്ലെങ്കിൽ 5 6 7 ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഉള്ള ദിവസങ്ങളാണ്. കാരണം വെച്ചാല് നമ്മൾ ആ ചെയ്തുകൊണ്ടിരുന്നതിനെ നമ്മള് മറക്കാൻ പറ്റില്ല നമുക്ക് ഉള്ളില്. അത്രയും ദിവസം നമ്മള് ഉപ്പുമുളയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു. അവിടെ ആ ഒരു എല്ലാരും കൂടെ ഒരു ആഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് നമുക്ക് വിഷമം തോന്നും. നിർത്തിയിട്ട് നമ്മൾ വീണ്ടും പഴയ വീട്ടിലോട്ട് പോകുമ്പോഴേ അവിടുത്തെ രീതിയെ കാണുമ്പോൾ എന്റെ മേശയൊക്കെ എടുത്ത് മാറ്റി, നമ്മുടെ സെറ്റൊക്കെ എടുത്ത് മാറ്റി, എന്നപോലെ ആ വീട് അവിടെ ഉണ്ട്, നമുക്ക് ചെറിയൊരു വിഷമം തോന്നും. കാരണം 8 വർഷമായിട്ട് അവിടെ നിൽക്കല്ലേ, അതൊക്കെ മാറുമ്പോൾ ഇവിടെ മാറും. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ബിസിനസ്സാണ് അത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ലൈഫായിരുന്നു. അപ്പൊ അത് നമുക്ക് പോരുമ്പോ ഒരു വിഷമം, വല്ലാത്തൊരു വിഷമം തന്നെയാണ്. ആ വിഷമം മറന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ്. ഇവിടെ വന്ന് ഞങ്ങളിപ്പോ ഇവിടെ ചേർന്ന് അതേപോലെ സെയിം അതേപോലെ തന്നെ, അതേ എല്ലാവരും ഇല്ലെങ്കിൽ പോലും നമുക്ക് വരാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വരാം. പക്ഷെ എല്ലാവരും ഇല്ലെങ്കിൽ പോലും അതേപോലെ കുറെ ആൾക്കാരെ കിട്ടിയ, എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ല ആൾക്കാരെ കിട്ടിയെന്ന് വേണം പറയാൻ. അല്ലേ? നല്ല എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആണ്, ഭയങ്കര സ്നേഹമാണ്. ആർക്കും തലക്കനം ഇല്ലാതെ എല്ലാവരും അവന്റെ ജോലിയേക്കാൾ കൂടുതൽ ജോലി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷം വല്ലാത്ത സന്തോഷം. പിന്നെ ബാക്കിയുള്ള എല്ലാം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നത്. കോഴിക്കോട് ഫുഡ് പറയണ്ടല്ലോ. അതെ, ഫുഡ് കാരണം ഇവിടെ ഒരു പുതിയ കട നിന്നാണ് ഫുഡ് വരുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവരണ അതേ ടേസ്റ്റില് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. നാളെ മാറ്റി പിടിക്കും. അല്ല, ഇപ്പൊ നമ്മൾ എല്ലാവരും കിടന്ന് ഈ അധ്വാനിക്കുന്നതും പുള്ളി ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോ ഇവിടെ എല്ലാരും ജോലി ചെയ്യണത് ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കഴിക്കുന്ന സോയ ചങ്ക്സ് മറ്റേ റോസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ കഴിക്കുന്ന ഫുഡിന് ടേസ്റ്റ് മാത്രമല്ല, ടേസ്റ്റിനേക്കാൾ ഉപരി ആ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീടുള്ള അവസ്ഥ ഉണ്ടല്ലോ, അത് നമുക്ക് സേഫ് ആയിരിക്കണം. ആ സേഫ്റ്റി ഇവിടെ കിട്ടുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കിടന്നു, തീർന്നില്ല എല്ലാം. ഈ ജോലി ചെയ്തതും പോയി, കഴിച്ചതും പോയി, എല്ലാം പോയി. അപ്പൊ ആ അവസ്ഥ ഇല്ലാത്തൊരു ഫുഡ് കിട്ടുന്നുണ്ട്. അതിന്റെ സന്തോഷം ഭയങ്കരമാണ്. എന്തായാലും പുതിയ ഇത് ഉപ്പുമുളകിനെ പോലെ തന്നെ പ്രേക്ഷകർ അതിനെക്കാട്ടും കൂടുതൽ നിങ്ങളെ അതിലൂടെ പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ നിൽക്കും. അതെ, അതിന് ഒരിക്കലും മാറാൻ അതിനേക്കാൾ മുകളിലോ താഴെയോ എന്നുള്ളതല്ല, അതുപോലെ ഇനി ഒന്നും വരില്ല. കാരണം അത് സംഭവിച്ചതാണ്. ആരുടെയും ബുദ്ധിപരമായ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ചാനലായിക്കോട്ടെ, ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ഡയറക്ടർ ആവട്ടെ, സ്ക്രിപ്റ്റ് റൈറ്റർ ആയിക്കോട്ടെ, എല്ലാം കൂടെ വളഞ്ഞിരുന്ന് കൂലങ്കഷമായി ചിന്തിച്ച് ഭയങ്കര സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കിയ സാധനമല്ല ഉപ്പുമുളക്. അത് സംഭവിച്ചതാണ്. നടീനടന്മാരുടെ മനസ്സിലൂടെ അപ്പ സംഭവിച്ച കാര്യങ്ങളാണ് ഉപ്പുമുളക്. അപ്പൊ അതിനെ ഈ പറയുന്ന പോലെ അതിനേക്കാൾ മുകളിലോ താഴെ എന്നുള്ളതല്ല. കാരണം പലരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനേക്കാൾ മുകളിലാകും. ഞങ്ങൾ ഒരിക്കലും നടക്കില്ല. അത് തന്നെയാണ്. അത് എക്കാലവും ജനങ്ങളുടെ മനസ്സിൽ ഉപ്പുമുളകും. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഉപ്പുമുളകിനേക്കാൾ വലിയൊരു സംഭവം അല്ല ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഞങ്ങളുടെ കയ്യിലുള്ള സംഭവം ഇവിടെയും കൂടി വന്ന് നോക്കുന്നു, അത്രേ ഉള്ളൂ. അത് വിജയിപ്പിച്ച് തരേണ്ടത്, വിജയിപ്പിക്കുന്നതും തോൽക്കുന്നതും എല്ലാം. അല്ല, ഉപ്പുമുളക് ധൈര്യമായിട്ട് പറയാം, ഉപ്പുമുളക് ഞങ്ങളുടെ എഫർട്ട് തന്നെയാണ്, ഇത് ഞങ്ങളുടെ എഫർട്ട് തന്നെയാണ്. ഉപ്പുമുളക് വേറെ, അത് അതിന്റെ രീതിയിൽ അത് നിൽക്കട്ടെ അവിടെ. അത് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ കാലാകാലങ്ങളിൽ അതിനേക്കാൾ വലുതാണോ ചെറുതാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അല്ല, അതിനെ ബ്രേക്ക് ചെയ്യാൻ വലിയ പാടാ. അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ വേണം. അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിനൊത്ത നടീനടന്മാർ വേണം. അതിന് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ വേണം, സ്ക്രിപ്റ്റ് സെൻസ് വേണം, അല്ലെങ്കിൽ ഡയറക്ടറോട് സെൻസ് വേണം, എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മ വേണം, ജീവിത അനുഭവം വേണം. ഞാനൊക്കെ വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി വന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഈ പറയുന്ന ഒരാളുടെ ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ എനിക്ക് അഭിനയിക്കാൻ പറഞ്ഞാൽ അതും കൂടെ മിക്സ് ചെയ്ത് അഭിനയിക്കാൻ വലിയ പാടൊന്നുമില്ല. സ്കൂൾ ഔട്ട് ഡ്രാമയിൽ പോയിട്ട കാര്യമില്ല. അതായത് ഈ കാവലസ്ഥാനോട് നിന്നപ്പോൾ തന്നെ അവിടെ തൊട്ടേ നമുക്ക്
ഇങ്ങനത്തെ അതല്ല എനിക്ക് നമുക്ക് നിഷയ്ക്കുമായിരുന്നല്ലോ അങ്ങനെ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു എല്ലാവരും വലിയതായിട്ട് പിന്നെ എല്ലാവരും നാടകക്കാരാണ് അവിടെ നാടകരറിയാമല്ലോ എല്ലാം കഷ്ടപ്പാടിൽ നിന്ന് വന്ന ആൾക്കാരാണ് അപ്പൊ അവർക്കെല്ലാം അവരുടെ അനുഭവങ്ങളെല്ലാം കൂടെ ഒരിടത്ത് പങ്കുവച്ച സാധനമാണ് ഈ ഉപ്പുമുളകും. അതുപോലെ ഇനി വരുന്നെങ്കിൽ ഇതിനേക്കാൾ ഉള്ള മികച്ച ആൾക്കാർ വന്നു കഴിഞ്ഞ് ഇതിനേക്കാൾ വേറൊരു കണ്ടന്റ് ആയിട്ട് വന്നാൽ ഉപ്പുമുളകിന് മുകളിൽ പ്രൊഡക്റ്റ് ആവും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതിനെയും അതുപോലെ നമ്മൾ സിമിലാരിറ്റി ഇത് നല്ലൊരു സംഭവമാവും നമുക്ക് നല്ല ഉറപ്പുണ്ട്. അത് ജനങ്ങള് നമ്മളെ കൂടെ അല്ലേ ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ലൊരു വലിയ ഭംഗിയുള്ള ഒരു വീട് വെച്ചു, ആ വീട്ടില് ആളുകളുണ്ട്, പക്ഷെ ആ ആളുകളുടെ ക്വാളിറ്റി, അവർ കാണിക്കുന്ന അവരുടെ സ്വഭാവം, അവരുടെ വർക്ക്, അവരുടെ ജീവിത രീതി, ഇതൊക്കെ അനുസരിച്ചിരിക്കും ആ വീടിനെ കുറിച്ചുള്ള മഹിമ പുറത്തേക്ക് വരുന്നത്. അപ്പൊ എന്താ, വീട് മാത്രം പോരാ, വീട് അവിടെ ഇരുന്നുകൊണ്ട് അതവിടെ വലിയ സംഭവമുള്ള വീട്ടുകാരെന്ന് പറയാൻ പറ്റില്ല. ആ വീട്ടിൽ വരുന്ന ആൾക്കാരാണ് ആ വീടിനെ എങ്ങനെ ആക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടൻസ് ആർക്കാ? വീട്ടുകാർക്കാണ്. അത് തന്നെയാണ് എല്ലാം, അതിലെല്ലാം ഉണ്ട്. അപ്പൊ നല്ലൊരു വീടാവും. അതെ, നല്ലൊരു വീടാവട്ടെ പ്രേക്ഷകർ. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ പ്രൊജക്ട് മുന്നോട്ട് പോട്ടെ. എല്ലാം മുന്നോട്ടുള്ള സിനിമകൾക്കും എല്ലാം ഒക്കെ ചെയ്യാൻ പോണ എല്ലാം ചേച്ചി സസ്പെൻസ് ആക്കി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആശംസകളൊക്കെ. എന്തായാലും എല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇത്രയും കുറച്ച് സമയം ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. ഞങ്ങളെ കേട്ടതിനും താങ്ക് യു. കേൾക്കാൻ ആളുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും. അതെ.